രാഹുൽ സദാശിവൻ്റെ അടുത്തേക്ക് ഞാൻ എത്താൻ വളരെയധികം ശ്രമിച്ചിരുന്ന ഒരാളാണ്. പലതവണ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരിക്കൽ ചോദിച്ചു, എന്തർത്ഥത്തിലാണ് ഒരു ഓഡിഷൻ പോലും നടത്താതെ നിങ്ങൾ എന്നെ ഇതിലേക്ക് ഫിക്സ് ചെയ്ത്? അപ്പോൾ ആര് പറഞ്ഞു നടത്തിയില്ല. നമ്മൾ ആദ്യ ദിവസങ്ങളിലേക്ക് ഇത് ലാൽ സാറിൻ്റെ മകനാണല്ലോ എന്നുള്ളൊരു ധാരണ നമുക്ക് വന്നിട്ട് പുള്ളിയോട് ഇടപെടുമ്പോൾ പുള്ളിക്ക് അതൊട്ടും വർക്കൗട്ട് ആവാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഞങ്ങളങ്ങ് സിങ്കായി. മധുസൂദൻ പോറ്റിയുടെ അച്ഛൻ്റെ ഒരു ഫ്രെയിമിൻ്റെ അവിടെ ചേട്ടൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് ഫാൻസുകൾ ഇങ്ങനെ ഡീകോഡ് ചെയ്യുന്നുണ്ട്. മമ്മൂട്ടിയും ബ്രഹ്മകയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടോ? കൊടുമൺ പോറ്റിയായിട്ടുള്ളൊരു കണക്ഷൻ? തിയേറ്ററിൽ കാണുന്ന ഈ ഒരു ഔട്ടുണ്ടല്ലോ, ഈ ഔട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ ഉള്ളിലുണ്ട്. സിനിമയുടെ കഥ പോലും, പൂർണ്ണമായ കഥ പോലും ഇപ്പം റിലീസാവുന്നവരെ ടീമിലെ 99% പേർക്ക് അറിയില്ല. പോലീസുകാരിൽ നിന്നൊരു അഭിനയമോഹി അതെങ്ങനെ ആ ജേണി ഇപ്പം എങ്ങനെ നോക്കിയാണ്? പോലീസിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ സിനിമ ചെയ്തിരുന്നതാണ്. അന്ന് ജൂനിയർ ആക്ടറായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ വർഷം കിഷ്കിന്താകാണ്ടും വാഴയും കിട്ടി. ഈ വർഷം എന്താ ഇപ്പോൾ DSC റേ ഇനി അടുത്ത ഈ മാസം തന്നെ 27-ാം തീയതി കളങ്കാവിലുണ്ട്. അത് ഹിറ്റും കൂടെ അടിച്ച സെറ്റാണ്. നമ്മളെല്ലാ വർഷവും ഈ 2 ഹിറ്റ് എന്നുള്ള ഒരു പതിവിലങ്ങ് പോകാൻ പറ്റും. DSC വരെ തിയേറ്ററിൽ കണ്ട പ്രേക്ഷകരാരും പ്രണവിൻ്റെ ഒപ്പം തന്നെ മറക്കാത്തൊരു മുഖമുണ്ട്. മധുസൂദൻ പോറ്റി അഭിനയിച്ച ജിവിൻ ഗോപിനാഥ് ഇന്ന് റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അപ്പോൾ DSC തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രേക്ഷക പ്രശംസ ഞാൻ കിട്ടുന്നുണ്ട്. ഇപ്പം എന്ത് തോന്നുന്നു? എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ്? എന്താ സംഭവിച്ചെന്ന് അറിയാൻ മേലാത്തൊരു സ്ഥിതിയാന്ന് മനസ്സിലായി. സത്യമാണ്. കാര്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. മീൻസ് എൻ്റെ കാര്യത്തിൽ ഒരു ക്യാരക്ടർ ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് ഇത്രയധികം കോൾസ്, ഇത്രയധികം മെസ്സേജസ് നേരിട്ട് കണ്ട് പറഞ്ഞവർ എല്ലാ ദിവസവും ഈ കഴിഞ്ഞ 30 നൈറ്റ് മുതൽ പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നല്ലോ, അന്ന് മുതൽ എനിക്ക് വരുന്ന കോൾസിനും ഇതൊക്കെ ഒരു വേറെ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാ കോൾസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, മാക്സിമം വരുന്ന മെസ്സേജസിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനൊരു സാധ്യത എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റി എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്? എങ്ങനെ രാഹുൽ സദാശിവൻ എന്ന ഒരു ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഭൂതകാലം, ഭ്രമയുഗം, അതിനു മുമ്പ് ആദ്യം എടുത്ത റെഡ് റെയിൻ, എല്ലാം ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള എല്ലാ ഹൊറർ സബ്ജക്റ്റാണ് സംഭവങ്ങളെല്ലാം. അപ്പോൾ ചേട്ടൻ്റെ അടുത്തോട്ട് രാഹുൽ സദാശിവൻ എത്തിയത് എങ്ങനെയാണ് DSC റിലേറ്റ് ചേട്ടൻ എത്തിയത്? ബേസിക്കലി രാഹുൽ സദാശിവൻ്റെ അടുത്തേക്ക് ഞാൻ എത്താൻ വളരെയധികം ശ്രമിച്ചിരുന്ന ഒരാളാണ്. പലതവണ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പലതും ഈ പറഞ്ഞ പോലെ ഒത്തിരി ഇതുപോലെയൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. സോ അത് ആരെന്ന് എന്തെന്ന് പോലും ചിലപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു സിനിമയുടെ കാര്യം വന്നപ്പോഴത്തേക്കും ഈ ഞാൻ ചെയ്ത ഒരു ക്യാരക്ടർ, അതിൻ്റെ ആളിനെ അവർക്ക് കൃത്യമായിട്ട് ആളിനെ പ്ലേസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇതുപോലെ ചെയ്തൊരു ഇൻ്റർവ്യൂ ഇൻസ്റ്റയിൽ റീലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് ഈ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്ന നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ മകനാണ് ദിൻനാഥ് പുത്തഞ്ചേരി. പുള്ളി ഈ റീലെടുത്തിട്ട് ഡയറക്ടറിന് അയച്ചു കൊടുത്തതാണ്. ആള് നമുക്ക് വർക്കാവും നോക്കിയാലോ എന്നുള്ള രീതിയിൽ അയച്ചു കൊടുത്തു. സോ അത് കണ്ടപ്പോൾ ഇപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞത് എന്തൊക്കെയോ ഒരു പ്രത്യേകതകൾ തോന്നി എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറേ ഏകദേശം 2-3 മാസം കഴിഞ്ഞാണ് കൺഫർമേഷനൊക്കെ കിട്ടുന്നത്. അങ്ങനെയാണ് സിനിമയിലേക്കുള്ള എൻ്റെ വരവ് ഇതിനകത്ത്. ഇപ്പോൾ സിനിമ കാണുമ്പോൾ ഇപ്പോൾ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ മറക്കാത്തൊരു മുഖമാണ് ചേട്ടൻ്റെ. ഇപ്പോൾ പ്രണവ് ഒരു സൈഡിൽ കലക്കുവാണെങ്കിൽ ഇപ്പുറത്തെ ചേട്ടൻ വേറെ രീതിയിൽ ഒരു കലക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ ഓരോ നോട്ടത്തിലും ഓരോ ഡീറ്റെയിലിങ്ങിൽ ഇപ്പോൾ നമുക്ക് പേടി തോന്നുന്നെങ്കിൽ ചേട്ടൻ്റെ ഒരു നോട്ടത്തിൽ തന്നെ നമുക്ക് തിയേറ്ററിൽ നിന്ന് പേടിയോ അടുത്ത് എന്താ സംഭവിക്കാൻ പോവുക, ആ രീതിയിലുള്ളൊരു നോട്ടം. അപ്പോൾ ചേട്ടൻ്റെ കണ്ണിൻ്റെ ഉള്ളൊരു, എനിക്ക് തോന്നുന്ന ഡയറക്ടർ കറക്റ്റ് ചേട്ടൻ്റെ ഓരോ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഒപ്പിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് രാഹുലിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, ഒരു സീൻ ഡിസൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സംവിധായകൻ ഇപ്പോൾ ചേട്ടനോട് എങ്ങനെയാണ് ഇത് ഇവർ കൺവേ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സീൻ്റെ? അപ്പോൾ ചേട്ടൻ അത് എങ്ങനെ ചെയ്യുമോ, പ്രോസസ്സ് എങ്ങനെയാണ് ചേട്ടൻ? നമ്മൾ ഈ സിനിമയിൽ ഇന്നായതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ കഥ പറഞ്ഞു തന്നിരുന്നു രാഹുൽ. അപ്പോൾ അതുപോലെ ഫുൾ സ്ക്രിപ്റ്റ് തന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ കിട്ടി നമുക്കൊരു ഇതിനെപ്പറ്റിയൊരു ധാരണ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് നമ്മൾ കൂടുതൽ എന്തെങ്കിലും എന്താണ് വർക്കൗട്ട് ചെയ്ത് നോക്കുക എന്നുള്ളത് ഉണ്ടാവാനേ പാടില്ല എന്ന് പറഞ്ഞത്. കാര്യം ഫുൾ അദ്ദേഹം പറഞ്ഞു തരാം എന്താണ് ചെയ്യേണ്ടത്. അതിന് മുന്നേ നമ്മളൊന്നും പഠിച്ചു വെച്ച് ഒരു വർക്ക്ഷോപ്പ് പരിപാടികളൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പുള്ളി എന്നെ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് സംസാരിച്ചിരുന്നു. അപ്പോൾ സിനിമ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരിക്കൽ ചോദിച്ചു, എന്തർത്ഥത്തിലാണ് ഒരു ഓഡിഷൻ പോലും നടത്താതെ നിങ്ങൾ എന്നെ ഇതിലേക്ക് ഫിക്സ് ചെയ്ത്? അപ്പോൾ ആര് പറഞ്ഞു നടത്തിയില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ലല്ലോ, നടത്തിയില്ലല്ലോ. ഇല്ല, ഒരു ദിവസം നമ്മൾ ആദ്യം കണ്ടതിൻ്റെ ഒരു 10 മിനിറ്റ് നമ്മൾ പുറത്തിറങ്ങി സംസാരിച്ചില്ലേ? അത് സംസാരിച്ചു. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നാണ് ഞാൻ നോക്കിയത്. നിങ്ങളുടെ കണ്ണ് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ കണ്ണ് അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ നോക്കിയത്. എനിക്ക് തോന്നി. ചേട്ടനും അറിഞ്ഞില്ല ഓഡിഷൻ? ഇല്ല, ഞാനും അറിഞ്ഞിട്ടില്ലായിരുന്നു. അത് പുള്ളി എന്നെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതാണെന്നുള്ളത് ഞാനും അറിഞ്ഞില്ലായിരുന്നു. ചിലപ്പോൾ അത് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി കയ്യിൽ നിന്ന് അങ്ങ് പോയേനെ. അത് എന്താവും എന്നുള്ളത് പറയാൻ പറ്റില്ല.
കാര്യം അതിൻ്റെ ടെൻഷനും കൂടെ കയറും. ഇതൊന്നുമില്ല, ഫ്രീ ആയിട്ടൊരു മനുഷ്യനോട് സംസാരിച്ചതാണ്. ബേസിക്കലി ഇങ്ങനെയാണ് ഞാൻ ഈ പടത്തിലേക്ക് വരുന്നത്. എങ്ങനെയുണ്ട് പ്രണവ് മോഹൻലാലിന്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ്? കാരണം അദ്ദേഹം വർഷത്തിൽ 1-2 സിനിമകൾ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു നിരന്തര സിനിമ ചെയ്യുന്നൊരു വ്യക്തിയല്ല അദ്ദേഹം. അപ്പോൾ പുള്ളി അങ്ങനെ അങ്ങനെ വലിയായിട്ട് സംസാരിക്കാത്ത ഒരാളൊക്കെയാണ്. അപ്പോൾ ഈ സിനിമയിൽ അഭിനയം വേറെ. അപ്പോൾ ചേട്ടനോടുള്ള ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് കോമ്പിനേഷൻ സീനുകളുണ്ട് സിനിമയിൽ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രണവ് മോഹൻലാലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര രസമായിരുന്നു. നമ്മൾ ആദ്യ ദിവസങ്ങളിലേക്ക് ഇത് ലാൽ സാറിൻ്റെ മകനാണല്ലോ എന്നുള്ളൊരു ധാരണ നമുക്ക് വന്നിട്ട് പുള്ളിയോട് ഇടപെടുമ്പോൾ പുള്ളിക്ക് അതൊട്ടും വർക്കൗട്ട് ആവാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലായി. എല്ലാവരും പുള്ളിയെ സാധാ ഒരു ആക്ടറാണെന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ചൊരു പ്രിഫറൻസ് ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് പുള്ളിയെ കാണാൻ തുടങ്ങിയപ്പോഴാണ് പുള്ളിക്കും അതങ്ങോട്ട് വർക്കാവാൻ തുടങ്ങിയത്. കാര്യം പുള്ളി അതൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നാണ് മനസ്സിലായിട്ടുള്ളത്. പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും ആ ലെവലിൽ അങ്ങ് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഭയങ്കര രസകരമായിരുന്നു. 2-3 ദിവസം ഞങ്ങളങ്ങ് സിങ്കായി. പിന്നെ സീൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. കാര്യം ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുക, പുള്ളിക്ക് താല്പര്യമുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ഒത്തിരി സംസാരിച്ചു. സോ പെട്ടെന്ന് തന്നെ സിങ്കായി. അതിൻ്റെ ഒരു വർക്കൗട്ട്, ആ ഒരു റിസൾട്ട് നമുക്ക് സീൻസുകളിൽ അറിയാനും പറ്റും. അദ്ദേഹവും ഞാനുമായിട്ടുള്ള സീൻസുകളിൽ നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള റിസൾട്ടും കാണുന്നുണ്ട്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ വേറൊരു ട്രെയിലറിൽ ഫസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമയ്ക്കകത്തുണ്ട്, ട്രെയിലറിൽ ഒരു സീനുണ്ട്. മറ്റേ ഈ പോറ്റി എന്ന് വെച്ചാൽ മധുസൂദനൻ പോറ്റിയുടെ അച്ഛൻ്റെ ഒരു ഫ്രെയിമിൻ്റെ അവിടെ ചേട്ടൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് ഫാൻസുകൾ ഇങ്ങനെ ഡീകോഡ് ചെയ്യുന്നുണ്ട്. മമ്മൂട്ടിയും ബ്രഹ്മയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടോ? കൊടുമൺ പോറ്റിയായിട്ടുള്ളൊരു കണക്ഷൻ? അല്ല, അത് ഡയറക്ടറിനെ അറിയുള്ളൂ. നമ്മളോട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. എന്തായാലും ഇങ്ങനെ ഒത്തിരി ഇൻസ്റ്റയിലൊക്കെ ഈ റീലും മെസ്സേജസുമായിട്ട് ആ സാധനം ചോദിച്ചപ്പോൾ ചോദ്യം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ഇനി എന്തുണ്ട് ഇതിനെപ്പറ്റിയൊന്നും കാര്യം. ഇങ്ങനെയുള്ള എന്ത് കാര്യവും ഡയറക്ടറുടെ ഉള്ളിൽ മാത്രമായിരിക്കും. പുള്ളി അങ്ങനെ എന്ത് കാര്യം, പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞതുപോലും ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇതിന്റെ 30-35 ദിവസം കൊണ്ട് ഷൂട്ട് 28 ദിവസം വളരെ ചെറിയ സമയം കൊണ്ട് ഇങ്ങനെ 2 മണിക്കൂർ സിനിമ തീർത്തു എന്നുള്ളതാണ്. നല്ല രീതിയിൽ തന്നെ ഒന്ന് വർക്കൗട്ടാക്കി എടുത്തൊരു സിനിമയാണ്. നല്ല രസമായിരുന്നു. പിന്നെ ചേട്ടൻ്റെ പ്രത്യേകിച്ച് ഈ സിനിമയിൽ എടുത്തു പറയുന്നൊരു സീനാണ് മറ്റേ വീട്ടിലെ സീൻ. എല്ലാവരും എടുത്തു പറയുന്നതായിരിക്കും ചേട്ടൻ്റെ വീട്ടിലെ സീൻ. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചേട്ടന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ പൂജാമുറി കയറിയിരിക്കുക? ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ഡയറക്ടറുടെ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹത്തിന് ഇപ്പം അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും അതൊക്കെ വളരെ അങ്ങനെ ഒരു സീൻ ഈ ഡയറക്ടർ രാഹുൽ ചേട്ടനോട് കൺവേ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പൊ ഒരു ഡിസൈൻ ഉണ്ടാവുമല്ലോ സീൻ. അല്ല, അത് ആ ഒരു സീൻ മാത്രമല്ല, ഏത് സീനായാലും പുള്ളിക്ക് ആ കൃത്യമായിട്ട് ഇന്ന് നമ്മൾ TV-യിൽ കാണുന്ന, തിയേറ്ററിൽ കാണുന്ന ഈ ഒരു ഔട്ട് ഉണ്ടല്ലോ, ഈ ഔട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ ഉള്ളിലുണ്ട്. പുള്ളിക്ക് ഈ ഔട്ട് കിട്ടത്തക്ക രീതിയിലുള്ള റിസൾട്ട് നമ്മൾ കൊടുത്താൽ മതി അവിടെ. ബാക്കിയെല്ലാം പുള്ളിയും ടീം കൂടെ ചെയ്തോളൂ, വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഭയങ്കര രസമാണ് പുള്ളി നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. ആ ലെവലിലാണ്. ഭയങ്കര കൂളാക്കി എല്ലാം പറഞ്ഞു തരുള്ളൂ. പറഞ്ഞു തരുന്നത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്നതും വളരെ കൂളാക്കി നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അങ്ങനെ കണ്ട്. അല്ല, ഇപ്പോൾ ഈ രാഹുൽ എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ തന്നെ രീതിയിലുള്ള അഭിനയം കാഴ്ചവെക്കണം നിർബന്ധം പിടിക്കുന്ന സംവിധായകനാണോ? അതോ ഇപ്പോൾ ചേട്ടന് ഇപ്പോൾ നിങ്ങളുടെ കൈനിട്ട് ഇപ്പോൾ ഇംപ്രൂവൈസ് ചെയ്തുള്ള സാധനങ്ങൾ ചെയ്യാം? അല്ല, അങ്ങനല്ല. ചില സ്ഥലങ്ങളിൽ ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില സാധനങ്ങൾ കൃത്യമായിട്ട് എന്താണോ ഡയറക്ടർ കാണുന്നത് അത് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കണമെന്നുണ്ട്. എസ്പെഷ്യലി ഹൊററിലൊക്കെ ആകുമ്പോഴത്തേക്ക് അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പലതും അങ്ങനെ പിടിവാശിയുള്ള ആളൊന്നുമല്ല. പക്ഷെ ചില കണ്ടന്റ് ആയിട്ടുള്ള ചില ഡയലോഗ്സ് ഉണ്ട്, അത് അതുപോലെ തന്നെ പറയണം. എന്നാൽ മാത്രമേ അത് വർക്കൗട്ട് ആവുള്ളൂ, അത് ആളുകൾക്ക് കിട്ടുകയുള്ളൂ എന്തിനാണ് ആ പറഞ്ഞത്. അപ്പോൾ അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊക്കെ ഷൂട്ട് ആയിട്ട് വന്നിരുന്ന് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഡേ മുതൽ ഇങ്ങനെ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് നമുക്ക് വെറുതെ ഒരു ഫ്രീ ടൂളായിട്ട് മാത്രം ഇരുന്നാൽ മതി. പുള്ളി അങ്ങ് ഈ കീ കൊടുത്ത് ടപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്യിക്കണം. നല്ല സ്പീഡിന് ഭയങ്കര നന്നായിട്ട് നമ്മളെ കൊണ്ടൊക്കെ ചെയ്യിക്കും. നമ്മളെ ഭയങ്കര ഇൻവോൾവ് ചെയ്യിക്കും. അപ്പോൾ ആ സീൻ കാണുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. അതോടൊപ്പം കുറച്ച് തമാശയുണ്ട് അതിനകത്ത്. ചേട്ടൻ്റെ ഓരോ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അത് കണ്ടിട്ട് അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും അഭിനന്ദനങ്ങൾ? ഒത്തിരി പേര് എൻ്റെ 1-2 സീൻസിനെ എടുത്തു വെച്ച് തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു. അത് ഏറ്റവും ഭീതി ഉണ്ടാക്കിയ സീൻ അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമുക്ക്. പിന്നെ ഈ സിനിമയിൽ വേറെ ഏതാനും കുറച്ച് സീനുകളുണ്ട്. സംവിധായകൻ നമ്മുടെ പ്രേക്ഷകരുടെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ പ്രേക്ഷകർ അവർ തീരുമാനിച്ചോട്ടെ ഇതെന്താണ് സംഭവം. ചില സാധനങ്ങൾ ഒരു മിസ്സിംഗ് ഒക്കെ പോലെ ഇപ്പോൾ സംസാരം ഉണ്ടാകുന്നുണ്ട്, ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന പോലെ. അപ്പോൾ അത് ചേട്ടൻ അങ്ങനെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അങ്ങനെ തോന്നിയിരുന്നു? അതോ അങ്ങനെ അവരായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തു? അതൊക്കെ എനിക്ക് തോന്നുന്നു ഡയറക്ടർ പർപ്പസ്ഫുള്ളി ഇട്ടേക്കുന്നത്. കൃത്യമായിട്ടുള്ള റീസൺ ഉണ്ടാവും. ചില കാര്യങ്ങൾക്ക് ഒരു ഉത്തരം തരാത്ത രീതിയിലുള്ള, മനഃപൂർവ്വം തരാത്തതായിരുന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ. കാര്യം അങ്ങനെ തന്നെ ആയിരിക്കും. കാര്യം പുള്ളിയുടെ ഒരു സ്റ്റൈൽ അനുസരിച്ചിട്ടാണെങ്കിൽ പുള്ളി ആ ലെവലിലാണ്
സംഭവങ്ങളെല്ലാം ഡീറ്റെയിൽ ചെയ്യുന്നത്. ഇപ്പം സിനിമയുടെ കഥ പോലും, പൂർണ്ണമായ കഥ പോലും ഇപ്പം റിലീസാവുന്നവരെ ടീമിലെ 99% പേർക്ക് അറിയില്ലായിരുന്നു. വളരെ കുറച്ച് പേർക്കാണ്. എല്ലാം ഈ ഒരു ഹൈഡ് ചെയ്തുള്ള പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ. വളരെ സീക്രസി ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. കാര്യം ഇത് ഇങ്ങനെ ഒരു സംഭവത്തിലൊക്കെ ഒരു സ്പോയിലർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ അത് വർക്കൗട്ട് ആവണമെന്നില്ല. ആൾക്കാർ അത് തന്നെ എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോൾ ഈ പറയുന്ന ഭയം എന്ന് പറഞ്ഞ ബീൽ ചിലപ്പോൾ അവിടെ കിട്ടില്ല. ഇപ്പോൾ ഒരു പ്രേതപ്പടത്തിൽ അഭിനയിച്ച് കഴിഞ്ഞല്ലോ ചേട്ടൻ. ഒരു പ്രേത സിനിമ ഒരു ഹൊറർ സിനിമയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ചേട്ടൻ്റെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും പാരനോർമൽ ആക്ടിവിറ്റിയോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒന്നുമില്ല. അതിലൊന്നും എനിക്ക് ഉണ്ടായിട്ടുള്ള ആകെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ കോൺജറിങ് പോലെയുള്ള സിനിമകൾ കണ്ടിട്ട് ഭ്രാന്ത് എടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ എനിക്ക് ഈ ഇങ്ങനെയുള്ള ഒരു പവറിൻ്റെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. അല്ല, ഇതിലങ്ങനെ വിശ്വസിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല, വിശ്വാസത്തിന്റെ അല്ല അത്. നമ്മളിതായിരിക്കും അങ്ങനെ ഒരു മൂഡിലേക്ക് ആ ഒരു പവർ കൊണ്ടുപോയിട്ടില്ല. ഉണ്ടെങ്കിൽ എന്ന് എനിക്ക് ധാരണയില്ല. ഇപ്പോൾ ഒരു ഒട്ടനവധി സിനിമകളിൽ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളി പ്രേക്ഷകർ കുറച്ചുകൂടി നോട്ടീസ് ചെയ്തത് ഇപ്പോൾ ഈ സിനിമയിലാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ വേറെ സിനിമകൾ ഇനി വരുന്നുണ്ടാവും ഒരുപാട്. അപ്പോൾ ഇതിനു മുമ്പ് അഭിനയിച്ച വാഴ എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ വാഴയിലെ ഒരു കഥാപാത്രവും ഇതുപോലെ കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു. കാരണം ഒരു ഇമോഷണൽ സൈഡ്, അതായത് ചേട്ടൻ്റെ ആക്ടറിന്റെ ഇമോഷണൽ സൈഡ് കാണിച്ചൊരു സിനിമയായിരുന്നു വാഴയിലെ ക്യാരക്ടർ. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. വാഴയിലേക്ക് ഞാൻ വന്നത് അതിന്റെ പ്രൊഡ്യൂസർ വിപിൻ ദാസ് ഉണ്ട്. വിപിൻ ദാസിന്റെ അന്താക്ഷരി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ സജു ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ അത് ഞാൻ അഭിനയിച്ചിരുന്നു. അപ്പം നാട്ടുകാരനാണ്, ട്രിവാൻഡ്രത്ത് തന്നെയാണ് വിപിൻ ദാസ്. അപ്പം അദ്ദേഹനെ വിളിച്ചതിന്റെ പുറത്താണ് ഇതിനകത്തൊരു ചെറിയ പരിപാടിയാണ് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഒന്നും വേണ്ട, എന്നാലും നമുക്കുള്ളത് നന്നായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തന്നൊരു ക്യാരക്ടറാണ് വാഴയിലേത്. അപ്പം അതും ഈ പറഞ്ഞതുപോലെ ഹിറ്റായി എന്നുള്ളത് വലിയ സന്തോഷമാണ്. എല്ലാ വർഷവും എനിക്ക് വർഷാവസാനത്തോടനുബന്ധിച്ച് 1-2 ഹിറ്റുകൾ കിട്ടും. കഴിഞ്ഞ വർഷം കിഷ്കിന്താ വാഴയും കിട്ടി. ഈ വർഷം ഇപ്പൊ DSC ആയി. ഇനി അടുത്ത ഈ മാസം തന്നെ 27-ാം തീയതി കളങ്കാവിൽ വന്നിട്ട് ഹിറ്റും കൂടെ അടിച്ച സെറ്റാണ്. നമ്മൾ എല്ലാ വർഷവും ഈ 2 ഹിറ്റ് എന്നുള്ള ആ ഒരു പതിവിലങ്ങ് പോകാൻ പറ്റും. കളങ്കാവിനെ കുറിച്ച് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. എങ്ങനെ ഒരു മമ്മൂക്കയുടെ കൂടെ ഒരു വൻ എക്സ്പീരിയൻസ്? അല്ല, അങ്ങനെയല്ല. നമ്മൾ ഇത്രയും നമ്മൾ TV-യും സിനിമയൊക്കെ കണ്ടു തുടങ്ങുന്ന കാലം തൊട്ട് കാണുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ചെന്നിരുന്ന കാര്യങ്ങൾ പറയാനും അല്ലെങ്കിൽ ഈ സിനിമയെ പറ്റിയുള്ള സംഭവങ്ങളെല്ലാം സംസാരിക്കാനും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കളങ്കാവിൽ കാണുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഫണ്ടർ എന്ന് പറയുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ വിളിച്ച് തന്ന് അത് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതെ, അതൊരു ഇങ്ങനത്തെ തരത്തിലൊരു പടമായിരിക്കും അതൊരു? അല്ല, അതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ത്രില്ലർ മീൻസ് ഒരു ഇമോഷണൽ ഡ്രാമയൊക്കെ ആയിരിക്കും. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ക്യാരക്ടർ വെളിപ്പെടുത്താൻ പറ്റും? ഇല്ല, അങ്ങനെ വെളിപ്പെടുത്താൻ ഇപ്പം പറ്റില്ല. എന്തായാലും നല്ലൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച പോലെ തന്നെ മോഹൻലാലിന്റെ കൂടെ ലാലേട്ടന്റെ കൂടെ 12th മാനിൽ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് ഞാനൊരു ഇന്റർവ്യൂ കാണുന്നത് 1 മാസത്തോളം കോവിഡ് ടൈമിൽ ലാലേട്ടന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടി. അത് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു? ഈ പറഞ്ഞ ജിത്തു സാറിന്റെ സിനിമയാണല്ലോ. അപ്പോൾ അതിലിങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ആലോചിച്ച് വിളിച്ചതാണ് അവർ. അപ്പം അത് വളരെ രസകരമായിരുന്നു. ഈ പറഞ്ഞില്ലേ, എന്നും ഇപ്പൊ ഷൂട്ടൊക്കെ വേറെ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു റിസോർട്ടിനകത്ത് തന്നെ എല്ലാവരും ഉണ്ട്. ഒരു ചിൽ ഒരു വെക്കേഷൻ ട്രിപ്പ്, ഒരു മൂഡ് ഫീൽ ചെയ്തൊരു പടമായിരുന്നു. നല്ല രസം. ആ സമയത്ത് ലാലേട്ടനായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകൾ പ്രത്യേകിച്ച് ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല തിരക്കുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇപ്പം വേറെ നമ്മളിപ്പം കാര്യം പറയുന്ന പോലെ അദ്ദേഹത്തിന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള മനുഷ്യനാണ്. കാര്യം വേറെ ഒന്നുമല്ല. അപ്പോൾ അദ്ദേഹം ആക്ടിങ് അല്ലെന്നില്ല, അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ബിസിനസ്സിന് സംബന്ധമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെ തിരക്കുള്ള ആൾക്കാരാണ്. നമുക്ക് അതൊക്കെ മനസ്സിലാക്കി നമ്മൾ ഇടിച്ചു കയറി മുമ്പ് ചെന്ന് നിൽക്കുന്നതിനേക്കാൾ തീർച്ചയായിട്ടും പുറകിലോട്ട് നിൽക്കുന്നതല്ലേ നല്ലത്. ഈ ചേട്ടനൊരു ഇപ്പൊ എനിക്കൊന്ന് ലീവിലാന്ന് തോന്നുന്നു, പോലീസാണ്. അപ്പൊ ഈ പോലീസുകാരിൽ നിന്നൊരു അഭിനയമോഹി അതെങ്ങനെ ആ ജേർണി ഇപ്പൊ എങ്ങനെ നോക്കിയാണ്? ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അല്ല, അത് ഞാൻ സിനിമ പോലീസിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. അന്ന് ജൂനിയർ ആക്ടറായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. കുറേ പടങ്ങൾ ആ സമയത്ത് ചെയ്തിരുന്നു. അപ്പം 2007 ജോലിക്ക് കയറുന്നത്. അപ്പോൾ ഏകദേശം 2023 വരെ ഞാൻ ജോലി ചെയ്ത ആളാണ്. ഏകദേശം 17-18 കൊല്ലത്തോളം ജോലി ചെയ്ത്. അപ്പോൾ ഈ തുടക്ക കാലഘട്ടത്തിൽ എന്താണ് ചെറിയ ക്ലാസ്സിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഈ ഓഡിഷനും കാര്യങ്ങളൊക്കെ ഏറ്റവും കൊണ്ടുപോയി. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ പഠനം MG കോളേജിലോട്ടായപ്പോഴാണ് സത്യത്തിൽ ഒരു റൂട്ട് കിട്ടിയത്. കാര്യം അവിടെ നിന്ന് ഇഷ്ടംപോലെ ജൂനിയർ ആക്ടേഴ്സിനെ വേണം. ഈ കൂട്ടം കൂടാനും ആൾക്കൂട്ടം, പിന്നെ അടി കൂടാനും
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സമ്മേളന സ്ഥലം കാണിക്കാനൊക്കെ ആൾക്കാരെ വേണമെന്നുള്ളപ്പോൾ കോളേജിൽ വന്ന് വിളിച്ചുകൊണ്ടങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ കൂടെ പോയി അങ്ങനെ കുറേ പടങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇപ്പം ഒരു കുറച്ച് ഒരു 2-3-4 കൊല്ലമായിട്ട് അത്യാവശ്യം ക്യാരക്ടർ റോളുകളാണ് ചെയ്തത്. പിന്നെ ചേട്ടൻ കൂടുതൽ ഫേമസ് ആവുന്ന മറ്റേ റീൽസിലാണ്. പരസ്യത്തിലാണ്. ഫോൺ പേയുടെ പരസ്യം, സമന്തയും ദുൽഖർ അതിലാണ് കൂടുതലും റീച്ച് കിട്ടി, ശ്രദ്ധിക്കപ്പെടുന്നത്. എല്ലാ സിനിമാക്കാർക്കിടയിലും വീട്ടുകാർക്കിടയിലും നാട്ടുകാർക്കിടയിലൊക്കെ എന്താ നമ്മളെ ഏറ്റവും ശ്രദ്ധിച്ചൊരു പരസ്യമായിരുന്നു ഏത് ഫോൺ പേയുടെ. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് സിനിമകൾ കിട്ടി. ഉറപ്പായിട്ട് ആ സമയത്ത് ഒത്തിരി പടങ്ങൾ ലഭിച്ചായിരുന്നു. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പോലീസ് സിനിമ വരുമ്പോഴത്തേക്കും പോലീസുകാരെ തന്നെ അഭിനയിപ്പിക്കുന്ന ഒരു പ്രവണത ഇപ്പൊ ചില സിനിമകളുണ്ട്. എത്ര പേര് അഭിനയിക്കുന്നില്ല, വളരെ കുറച്ച് അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കണ്ണൂർ സ്ക്വാഡ് അങ്ങനത്തെ മമ്മൂട്ടിയുടെ പടങ്ങള്, പോലീസ് സിനിമകളാണെങ്കിലും ഇപ്പൊ 91 ദൃക്സാക്ഷി, അതിലൊരു പോലീസ് ഓഫീസർ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, സിബി സാർ. അപ്പോൾ ഇവർക്ക് ഈ പോലീസ് ഓഫീസ് ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടോ, അത് ഇങ്ങനെ അഭിനയിക്കാൻ പോകാൻ പാടില്ല അങ്ങനെ? അത് എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും അങ്ങനെ പോകുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ഒന്നുകിൽ ഇത് പറഞ്ഞ ലോങ് ലീവ് എടുത്ത് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റിന്റെ പെർമിഷൻ വാങ്ങിക്കണമെന്നുണ്ട്. അപ്പൊ ഞാനൊക്കെ ഗവൺമെന്റ് പെർമിഷൻ വാങ്ങിച്ചാണ് അഭിനയിച്ചത്. ഞാൻ അത് 2012 മുതൽ ഞാൻ പെർമിഷൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ലീവിലാണ്. ഇപ്പൊ ലോങ് ലീവില്ല, 2 കൊല്ലമായി. 5 കൊല്ലത്തിൽ 2 കൊല്ലമായി. ഈ ഷാഹി കബീറിന്റെ സിനിമകളെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഫുൾ പോലീസ് സിനിമകളാണ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിരുന്നു. അപ്പോൾ ഷാഹി കബീറിന്റെ സിനിമകൾ കാണുമ്പോൾ എന്താണ് ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ്? അദ്ദേഹത്തിന്റെ സിനിമകളിൽ എക്സ്പീരിയൻസ് എന്നുള്ള എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമ ചെയ്യണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്, നാഷണൽ അവാർഡ് അടിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആഗ്രഹമില്ല എന്നിട്ടല്ല. അപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇപ്പം ഏതൊരു നടനെ അല്ലെങ്കിൽ ഒരു സിനിമയിൽ ആരെയും നിലനിർത്തുന്നത് അവിടെ പെർഫോമൻസിന് കിട്ടുന്ന റെക്കഗ്നീഷൻ കൊണ്ടാണ്. ഇപ്പം അദ്ദേഹത്തിനായാലും നാഷണൽ അവാർഡ് കിട്ടി. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അമ്മാതിരി വിലപിടിപ്പുള്ളൊരു റൈറ്ററായിട്ട് ഷാഹി കബീർ മാറി. അതെ, റൈറ്റർ കം ഡയറക്ടറായിട്ട്. അപ്പം ഞാനിതൊക്കെ ചെയ്തിട്ടില്ല, പക്ഷെ നല്ല അടുപ്പമുള്ള ആളാണ് ഷാഹി. പോലീസിന്റെ സിനിമകൾ വരുമ്പോഴത്തേക്കും അതിൽ കൂടുതൽ റോളുകൾ ഇപ്പം നിങ്ങളിപ്പോൾ പോലീസുകാരായതുകൊണ്ട് അവരെ തന്നെ തിരഞ്ഞെടുക്കണം എന്നുള്ള നിർബന്ധമില്ലല്ലോ? അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല. കാര്യം ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന റോൾ അനുസരിച്ചിട്ട് നമുക്ക് ജോലിയാവണം, ചെയ്യുന്ന ജോലി അനുസരിച്ചിട്ട് അതേ റോളുകൾ കിട്ടുകയാണ്. പക്ഷേ ഈ പോലീസ് ക്യാരക്ടറൊക്കെ ആകുമ്പോഴത്തേക്ക്, എസ്പെഷ്യലി പോലീസ് ഒരുപാട് കഴിവുള്ള ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് ഇഷ്ടം പോലെ നന്നായിട്ട് സിനിമയിൽ അഭിനയാണേലും. അതെ, തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ട്. ഇനിയും കുറെ പേര് ഇത് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും. ഇതൊക്കെ ഈ പറഞ്ഞ ഇപ്പൊ ഞാനെന്നുള്ള വ്യക്തിക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 50% ഹാർഡ് വർക്ക്, 50% ഈ പറഞ്ഞല്ലോ നമ്മളെ ആ ഒരു പവർ നമ്മളെ സഹായിച്ചതാണ് സിനിമ എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് സിനിമ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ. ഈ കേരള പോലീസിന്റെ ഈ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുപോലെ MVD, ഇവരൊക്കെ ഒരുപാട് റീൽസുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല കാര്യത്തിനും അപ്പോൾ തമാശയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നപോലെ ഈ വണ്ടി പോയി പിടിക്കുന്ന കുറച്ച് റീൽസ് ഒക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ കുറച്ച് വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലമാണ് ഈ സോഷ്യൽ മീഡിയ സെൽ പോലീസിൻ്റെ. അപ്പോൾ ഞാനൊരു വിധത്തിലും വിമർശിക്കില്ല. കാര്യം എനിക്ക് നല്ല രീതിയിൽ എനിക്ക് നല്ലൊരു പ്രൊഫൈൽ തന്നൊരു സ്ഥലമാണ് ഈ സോഷ്യൽ മീഡിയ സെൽ എന്ന് പറയുന്നത്. ഈ കുട്ടമ്പിള്ള പോലീസായാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻ വീഡിയോസ് എല്ലാം ചെയ്തത് ഞാൻ അവിടെ നിന്നാണ്. എനിക്ക് വെറുതെ ഒന്നും അങ്ങനെ അവിടുന്ന് ഒരു മോശപ്പെട്ട രീതിയിൽ എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശം വെച്ചുകൊണ്ടൊന്നും ആരും അവിടുന്ന് വീഡിയോസും പോസ്റ്റേഴ്സും ഒന്നും ചെയ്യുന്നില്ല. അവിടുത്തെ ജോലിയുടെ രീതി അനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള സാധനമാണ്. പക്ഷെ അതിന് ഈ ഓരോരുത്തർക്ക് ഇത് കാണുമ്പോൾ അവരെടുക്കുന്ന നിലപാടുകളാണ്. കേരള പോലീസ് അങ്ങനെ ചെയ്യാമോ, കേരള പോലീസ് ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നുള്ളൂ. അല്ലാതെ പോലീസ് അങ്ങനെ മോശമായിട്ടുള്ള രീതിയിലൊന്നും ചെയ്യില്ല. അത് എനിക്കറിയാം അവിടെ ആരാണ് ഉള്ളതെന്നും ആരെന്ത് ചെയ്യുന്നുള്ളതും വ്യക്തമാണ്. അങ്ങനെ അവരാരെയും ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർഷ്യാലിറ്റിയുടെ പുറത്തോ ചെയ്യുന്ന കാര്യങ്ങളല്ല. ഈ ഒരുപാട് പോസ്റ്ററുകളും ഡിസൈനുകളൊക്കെ പേജിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് സൈഡ്. അപ്പൊ ഇതിലും പിന്നെ പോലീസ് ഓഫീസേഴ്സ് തന്നെയാണ് ഇത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അല്ല, അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ വീഡിയോ ആയാലും എന്ത് പരിപാടി ആയാലും ഇത് പോലീസുകാർ തന്നെയാണ് അതിന്റെ പുറകിൽ നിൽക്കുന്നത്. പിന്നെ റീൽസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം പിന്നെ ഒരു പ്രത്യേക എഡിറ്ററോ ഡിസൈനറോ അങ്ങനെ ഒന്നുമില്ല. എല്ലാം പോലീസുകാരാണ്. ഈ എഡിറ്റിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്നത് എല്ലാം പോലീസുകാരാണ്. നല്ല രീതിയിലല്ലേ ചെയ്യുന്നത്? അതെ, തീർച്ചയായിട്ടും. പോലീസുകാരാണോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ അറിയുന്നത് പോലീസുകാർ തന്നെയാണ്. ഈ ആക്ടിങ് ഒരു ജേർണിയിലോട്ട് വരുമ്പോഴത്തേക്ക് ഏറ്റവും ആദ്യം അഭിനയിക്കണം എന്ന് തോന്നിയ ഒരു ചേട്ടൻ ഇപ്പോൾ സിനിമയിലോട്ടുള്ളൊരു താല്പര്യം തോന്നാനുള്ളൊരു സ്റ്റാർട്ടിങ് പോയിന്റ് എവിടെയാണ്? ഇല്ല, ഒന്നുമില്ല. നമ്മൾ കുട്ടിക്കാലം തൊട്ട് TV കാണുന്നത് അതൊക്കെയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനോടൊരു സ്നേഹവും ആരാധനയും തോന്നി തന്നെയാണ്
ഈ എന്താ കാസ്റ്റിംഗ് കോളുകൾക്ക് അയക്കുന്നത്, അയക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഓഡിഷനുകൾ ധാരാളം ഓഡീഷനിലൊക്കെ ചേട്ടൻ ഇഷ്ടം അതിനൊന്നും ഒരു കുറവുമില്ല. അതുപോലെ പോയിട്ട് അതുപോലെ തന്നെ ഡ്യൂട്ടി വളരെ കുറച്ച് ഓഡിഷൻസേ നമുക്ക് സെലക്ഷൻ ആവാൻ പറ്റിയിട്ടുള്ളൂ. അതിന് ഓരോ ക്രൈറ്റീരിയകൾ ഉണ്ടാവും. എന്തായാലും പോയിട്ടുള്ള ഓഡിഷൻസിന് കണക്കില്ല. ഇപ്പൊ ഈ ഡീസറിലെ പെർഫോമൻസിന് ഇപ്പോൾ മമ്മൂക്ക, ലാലേട്ടൻ അവരാരെങ്കിലും എന്തെങ്കിലും വിളിച്ചിരുന്നു എന്തെങ്കിലും? ഇല്ല, വിളിച്ചിട്ടില്ല. കാര്യം മമ്മൂട്ടി സാറ് പടം കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ലാൽ സാറ് അന്ന് പ്രിവ്യൂവിൻ്റെ അന്ന് സാറിന് ബിഗ് ബോസിന്റെ ഷൂട്ടുമായിട്ട് അന്ന് അദ്ദേഹം പോയി. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചില്ല. അതിൻ്റെ ഒരു വിഷമേ ഉള്ളൂ. മീൻസ് ഇവരൊക്കെ കണ്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഏതായാലും വിളിക്കും. അല്ല, അതറിയില്ല. എന്നാലും നല്ലതായിട്ട് എന്താണ് അവർ കണ്ടിരുന്നെങ്കിൽ എന്നുള്ളൊരു നല്ലൊരു ചിന്തയുണ്ട്. അടുത്ത് വരാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണ് ഇനി? കളങ്കാവലാണ് നെക്സ്റ്റ് റിലീസ്, നവംബർ 27. അതെ, അത് നല്ല പരിപാടി, അത്യാവശ്യം നല്ല പരിപാടിയാണ്. പിന്നെ ഉള്ളത് ഏതാ, ഡിസംബറിൽ ബബ്ബ ദിലീപേട്ടൻ്റെ പടം വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടുമാണ് റീസെന്റ്. പിന്നെ മാത്യു നായനായിട്ട് സുഖമാണോ എന്ന് പറഞ്ഞിട്ട് അരുൺ രാമേന്ദ്രൻ ഡയറക്ട് ചെയ്ത പടം. അപ്പോൾ ഇതൊക്കെയാണ് അപ്കമിങ് റിലീസുകൾ. പിന്നെ ജിയോ ഹോട്ട്സ്റ്റാറിലെ അണലി എന്ന് പറഞ്ഞിട്ട് മിഥുൻ മാനുവൽ തോമസ് ഡയറക്ട് ചെയ്ത, അതിൽ നല്ലൊരു മെയിൻ വേഷം ഞാൻ ചെയ്യുന്നത്. സിനിമ സീരീസ് അതിലുണ്ട്. ഇത്രയാണ് എൻ്റെ റിലീസുകൾ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇനി ചേട്ടൻ ലഭിക്കട്ടെ. ഓ, സന്തോഷം. ഇങ്ങനെയുള്ള പ്രാർത്ഥനയാണ് നമുക്ക് താല്പര്യം. കാര്യം അതെ, ഇങ്ങനൊരു സിനിമയുടെ ഭാഗമായതിന്റെ പുറത്ത് നമ്മളെ വിളിക്കുന്നു, എല്ലാവരും കാണുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു. എന്നിട്ട് പറയുകയാണ് നല്ല പടങ്ങളെ കിട്ടട്ടെ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഓപ്പണായിട്ട് നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പം ചെയ്ത ഇന്റർവ്യൂവിൽ ആങ്കർമാർ മാത്രമാണ്. ബാക്കി ആരും ഇങ്ങനെ സിനിമകൾ ഇട്ടിട്ട് എന്തായാലും നന്നായിട്ട് വരും എന്നൊക്കെ പറയുന്നതല്ലാതെ സിനിമകൾ ഇട്ടിട്ട് എന്ന് എടുത്ത് പറയുന്നത്. എന്തായാലും അല്ല, ഈ സിനിമയിൽ ഇപ്പൊ ഈ പ്രകടനത്തിൽ എന്തായാലും ഒരുപാട് റോളുകൾ തേടി വരും. നല്ലത്. നമുക്ക് വീണ്ടും ഇതുപോലെ ഓരോ പരിപാടിയായിട്ടൊക്കെ ഇരിക്കാം. അപ്പോൾ സിനിമ എന്തായാലും സൂപ്പർ ഹിറ്റ് അടിച്ചു. നല്ല രീതിയിൽ പോവാണ്. അതിൽ എന്തായാലും നമുക്കൊപ്പം ചേർന്നതിനും ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു.